കേരള സംസ്ഥാന യുവജന കമ്മീഷൻ രൂപീകൃതമായിട്ട് 3 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാലിശ ഘട്ടത്തിലാണ് യുവജന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഒരു കമ്മീഷൻ എന്ന നിലയിൽ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് യുവജന കമ്മീഷൻ്റെ സ്ഥാപിത ലക്ഷ്യം. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എനിക്ക് മുമ്പിരുന്ന കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ ആർ വി രാജേഷും അതിനുശേഷം ഞാൻ ചുമതലയെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഞാനും ആരംഭിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധ ചെലുത്തുന്നത് കേരളത്തിലെ സ്വാശ്രയ മേഖലയിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് സർക്കാരിൻ്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ശുപാർശകൾ നൽകുന്നതിന് വേണ്ടി യുവജന കമ്മീഷൻ തന്നെ വിദഗ്ധരടങ്ങുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അടങ്ങുന്ന ഒരു സമിതിയുടെ അഭിപ്രായം കൂടി ശേഖരിച്ച് ഞങ്ങളുടെ ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് യുവജന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യുവതി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ അവ കണ്ടെത്തി അത് തടയുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തുന്നതോടൊപ്പം ബോധവൽക്കരണം നടത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കൂടി യുവജന കമ്മീഷൻ ഏറ്റെടുക്കുന്നുണ്ട്. ക്യാമ്പസുകളിലും അതോടൊപ്പം കോളനികളും കേന്ദ്രീകരിച്ചാണ് കമ്മീഷൻ്റെ ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രധാനമായും പോകുന്നത്. അതോടൊപ്പം കോളനികളിലെ കേരളത്തിലെ SC/ST കോളനികളിലെ യുവതി യുവാക്കളുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ചൊരു പഠനം നടത്താൻ യുവജന കമ്മീഷൻ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഞാൻ അധ്യക്ഷയായി ചുമതലയേറ്റതിനു ശേഷം ഞാനും കമ്മീഷൻ സെക്രട്ടറിയും ഉൾപ്പെടെ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇടമലക്കുടിയിലെത്തി അവിടെ 2 ദിവസം താമസിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് അവിടുത്തെ യുവതി യുവാക്കൾക്ക് ആവശ്യമായ നടപടികളെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് തന്നെ സർക്കാരിന് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകണം, യുവതി യുവാക്കളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ജിഷ്ണു പ്രണോയുടെ മരണത്തോടു കൂടിയാണ് കൃത്യമായി ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയാനുള്ളൊരു ധൈര്യം യുവാക്കൾക്ക് ലഭിച്ചത്, വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ജിഷ്ണു പ്രണോയുടെ മരണം കൊളുത്തിവിട്ട ഒരു വലിയ കൊടുങ്കാറ്റ് കേരളത്തിലുണ്ട്. ആ ജിഷ്ണുവിൻ്റെ മരണത്തിന് ശേഷം കേരളത്തിലെ വിവിധ സ്വാശ്രയ കോളേജിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതികൾ നിരന്തരമായി യുവജന കമ്മീഷന് ലഭിക്കുകയാണ്. ചില കോളേജുകൾ ഞങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ കായംകുളത്ത് വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ വിദ്യാർത്ഥികളുടെ പരാതി കൃത്യമായി കേൾക്കുകയും അതോടൊപ്പം കോളേജിൻ്റെ മൊഴിയെടുക്കുകയും ഒടുവിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ പകർപ്പ് സർക്കാരിലേക്ക് കൈമാറുകയും ചെയ്തു. ടോംസ് കോളേജ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കോളേജ്. ആ കോളേജിൽ ചെന്ന് സന്ദർശിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ദർശിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കമ്മീഷന് ലഭിച്ചത്. അതായത് അടിസ്ഥാന സൗകര്യം ഒട്ടുമില്ലാതെ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന തരത്തിൽ ആ കോളേജ് പ്രവർത്തിക്കുകയാണ്. അഫിലിയേഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത ഒരു ക്യാമ്പസ് എങ്ങനെയാണ് റെസിഡൻഷ്യൽ ക്യാമ്പസായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടത്. അവിടുത്തെ കുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യം വളരെ ദയനീയമായി നിൽക്കുന്ന സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഉത്തരവിറക്കുകയും അത് സർക്കാരിലേക്ക് അതിൻ്റെ പകർപ്പ് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ ടോംസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. അതവിടെ കെമിക്കൽ ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് അവർക്ക് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പരാതി ഇപ്പോൾ കമ്മീഷൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ മാർക്കിൻ്റെ പേരിലുള്ള പീഡനം, പെൺകുട്ടികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ, അതോടൊപ്പം അമിതമായ ഫീസ് ഈടാക്കുക, പലപ്പോഴും കൃത്യമായ റെസീപ്റ്റ് പോലും കൊടുക്കാതെ ഫീസ് ഈടാക്കുകയും ആ ഫീസ് നൽകില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്ന പരാതികൾ ഞങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പിടിച്ചു വയ്ക്കുന്ന സമ്പ്രദായം ഇപ്പോൾ സ്വാശ്രയ കോളേജുകളിൽ നിലനിൽക്കുകയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പ്രായോഗികമായി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ച് സർക്കാരിലേക്ക് നൽകണം എന്നാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. തീർച്ചയായും വളരെ നിർഭാഗ്യകരമായ സംഭവമായി നമുക്ക് തോന്നുന്നത് കേരളത്തിലെ കലാലയങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുരോഗമന ചിന്തയെ പൂർണ്ണമായും പിന്നോട്ട് നടത്തുന്ന തരത്തിലുള്ള സമീപനം ഇപ്പോൾ ചില വാദഗതികളായി ആശയപ്രകാശനമായൊക്കെ കടന്നു വരികയാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് പരിധി നിശ്ചയിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ തുല്യ അവകാശം ലഭിക്കേണ്ട പുരുഷനും സ്ത്രീക്കും അത് ലഭിക്കാത്ത ഘട്ടം വരികയും ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണമാണ് പീഡനത്തിന് കാരണം, അവർ രാത്രി യാത്ര ചെയ്തതാണ് പീഡനത്തിന് കാരണം, ഇത്തരത്തിലുള്ള റെമഡികൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ വസ്ത്രം ധരിക്കണം, നിങ്ങൾ രാത്രി വീട്ടിലിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും സ്ത്രീയുടെ നേരെ വിരലി ചൂണ്ടി സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടുത്താൽ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആശയം നമ്മുടെ സമൂഹത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത ഇത്തരം പുതിയ ചിന്താഗതികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ മുന്നോട്ട് വരേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹം തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പാട്രിയാർക്കി, പുരുഷ മേധാവിത്വം എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്നത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുടെ ഉള്ളിലും വളരെ കൃത്യമായി പാട്രിയാർക്കി ഉണ്ട്. പുരുഷ മേധാവിത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് മാറ്റമല്ല മാറ്റമുണ്ടാകേണ്ടത്, മറിച്ച് ഈ ചിന്താഗതിക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. ഈ ചിന്താഗതിക്ക് മാറ്റമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജത്തോടുകൂടി നേതൃത്വം നൽകുക എന്നതാണ് യുവജന കമ്മീഷൻ ആലോചിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് കേരളീയ സമൂഹം എന്തുകൊണ്ട് ഇത്രയേറെ പുരോഗമന വിരുദ്ധമായി അല്ലെങ്കിൽ ഇത്രയേറെ സ്ത്രീ വിരുദ്ധമായി മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീ പീഡനങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ ഇത്രയേറെ വലിയ പീഡനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ തടുക്കുവാൻ, അതിനെ ചെറുക്കുവാൻ ഒരു വിഭാഗം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മാത്രം ശ്രദ്ധ അല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ഭരണകൂടം വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം. അതോടൊപ്പം തന്നെ ഈ ചിന്താഗതിയെ, ഈ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഉണ്ടായ പീഡനങ്ങൾക്കകത്തൊക്കെ കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. അപ്പോൾ എത്ര പീഡനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പിടിച്ചു പറയേണ്ട കൂടെയുള്ളൊരു കാര്യം, ഈ പീഡനങ്ങളുടെ മേൽ എന്ത് നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ്. വളരെ ആശാവഹമായി പ്രതീക്ഷ നൽകുന്ന, കൃത്യമായും കൊലയാളികളെ അല്ലെങ്കിൽ പീഡകരെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള കൃത്യസമയത്തുള്ള ഇടപെടൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ നടിയെ ആക്രമിച്ച കേസായാൽ പോലും അതിൽ 6 ദിവസം കഴിഞ്ഞപ്പോൾ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികന്റെ പ്രശ്നത്തിനകത്ത് ഒരു സമ്മർദ്ദത്തിനും ഇടവരുത്താതെ അതിനകത്ത് ജാഗ്രതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിഷേൽ ഷാജിയുടെ വിഷയത്തിനകത്ത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യത്തോടൊപ്പം ആ പീഡനങ്ങളെ തടയുവാനും അതോടൊപ്പം ഉണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് ഇമ്മീഡിയറ്റായി ആക്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു പോലീസ് സംവിധാനം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ഉൾപ്പെടെ ശിവസേനയുടെ സദാചാര ഗുണ്ടായിസം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോയത്. എന്തുകൊണ്ടാണ് യുവജനങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ യുവാക്കൾക്കെതിരെ ഇത്തരം അക്രമം കാണിക്കാൻ എന്ത് ധൈര്യത്തിലാണ് ഈ ബാഹ്യശക്തികൾ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതെന്നാണ്? സദാചാര ഗുണ്ടായിസം എന്ന് പറയുന്ന വാക്ക് തന്നെ വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം സദാചാരം എന്ന് പറയുന്ന വാക്കിനോട് ഒരിക്കലും ചേർന്നു പോകാത്തൊരു വാക്കാണ് ഗുണ്ടായിസം. സദാചാര ക്രിമിനലുകൾ അവർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ആശയം വളരെ പിന്തിരിപ്പൻ ആശയമാണ്. സദാചാരം എന്ന് പറയുന്നത് ഒരു കുളത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലമല്ല, അതൊരു നദി പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. പണ്ട് സതിയായിരുന്നു സദാചാരം, തീയിലേക്കെടുത്ത് ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് ചാടുന്നതായിരുന്നു സദാചാരം. ഇന്നത് മാറി. സദാചാരത്തിൻ്റെ ബോധവും
സദാചാര കാഴ്ചപ്പാടിനകത്തും എല്ലാം നമ്മുടെ ചിന്താഗതിക്കകത്ത് പോലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നതേ ഇവിടെ നടക്കൂ, വിമർശിക്കുവാൻ പാടില്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും ചെയ്താൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് പറയുന്ന രീതി ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവിടെ നമുക്കറിയാം, അവിടെ വന്ന ഗുണ്ടകൾ, ആ ഗുണ്ടകളെ തടയേണ്ടവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസ് സേന. അതിനകത്ത് അവർക്ക് വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട് എന്നത് കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുകയും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്നുള്ളിടത്താണ് നമ്മൾ മെറിറ്റ് കാണേണ്ടത്. കാരണം ഒരു പാളിച്ച വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാൻ നിൽക്കാതെ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് വഴി ഇനിയുള്ള ആളുകൾ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ അത്തരം വിഷയങ്ങളിൽ ഒരു ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നുള്ള തോന്നൽ അവർക്കുള്ളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ആ സമയത്ത് കൃത്യമായി നടത്തിയ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുക. എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടൊരു നിലപാടുണ്ട്. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, ഈ നാട്ടിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിർവഹിക്കാനായിട്ടുള്ള പൂർണ്ണ അവകാശവും അവർക്കുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന തരത്തിലേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുവാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും പറയാൻ വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറാകില്ല. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്നതിനർത്ഥം ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ സമരങ്ങൾ അല്ലെങ്കിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും ഭാഗമായി ഞാനും അണിചേരണം എന്ന് നിർബന്ധിക്കുവാനും ഇവിടെ ആർക്കും അധികാരമില്ല. നിങ്ങൾ ഒരു സമരം നടത്തുന്നെങ്കിൽ അത് നടത്താം, പക്ഷേ അതിനെ തടുക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അത് അരാജകത്വമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ, അതിന് അവസാനം കുറിക്കാൻ ഇവിടെ നിയമ സംവിധാനമുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമവ്യവസ്ഥിതിയിലൂടെ വേണം അതിന് പരിഹാരം കാണാൻ. അല്ല, ഒന്ന് ഈ തോന്നിയവാസം അല്ലെങ്കിൽ അമിതമാകുന്നു, അരാജകത്വമാകുന്നു, ഇതൊന്നും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ പൊതുവിടത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിച്ചു വന്ന ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ അരാജകത്വത്തിലേക്ക് പോവാതെ പ്രതിഷേധങ്ങളെയും പ്രതികരണങ്ങളെയും നിർത്തേണ്ട ഒരു രൂപം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ വലിയ തോതിൽ ഉള്ള ആക്രമണങ്ങൾ സദാചാര ഗുണ്ടായിസത്തിന്റെ പേരിൽ വരുമ്പോൾ ലോകത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ ശരീരം കൊണ്ട് കലഹിച്ചവരുണ്ട്, ഉടലുകൊണ്ട് കലഹിച്ചവരുണ്ട്, വിവിധ പുതിയ സമരമുറകൾ ഉയർത്തിക്കൊണ്ട് വന്നവരൊക്കെയുണ്ട്. പക്ഷെ അതൊക്കെ ഇമ്മീഡിയറ്റായി ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ പിന്നീട് ഇതിനു മുമ്പ് നടന്ന ചുംബന സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി എൻ്റെ ഒരു നിലപാട് സൂചിപ്പിച്ചതെന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റായ ഒരു പ്രതിഷേധം ചിലപ്പോൾ ശരീരം കൊണ്ട് കലഹിക്കുന്ന അല്ലെങ്കിൽ ഉടലുകൊണ്ട് പ്രതികരിക്കുന്ന പ്രതീകാത്മകമായ സമരങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ പിന്നീട് എല്ലാ സമരവും അതേ രീതിയിലാകണം എന്ന് പറയുന്നിടത്താണ് ചെറിയ ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. പ്രതിഷേധങ്ങളുടെ രൂപം ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ഓരോ സമയത്തും പുതിയ പുതിയ സമരമുറകളും രീതികളും ഉയർന്നു വരികയാണ്. അത് എത്തരത്തിലാണ് പൊതുസമൂഹം ഏറ്റെടുക്കുന്നത്, കൂടുതൽ ആളുകൾക്ക് കൂടി അണിചേരാൻ കഴിയുന്ന സമരങ്ങളാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം സദാചാര ഗുണ്ടായിസത്തെ അംഗീകരിക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും സദാചാര ഗുണ്ടായിസത്തെ എതിർക്കുകയാണ്. അവർ ഈ സദാചാര ഗുണ്ടകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമാണ്. അവരെ കൂടി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സമരമുറകളാണെങ്കിൽ കുറച്ചുകൂടി ജനപ്രീതിയും ജനങ്ങളുടെ പങ്കാളിത്തവും ഉറപ്പാക്കാൻ കഴിയുമെന്ന നിലപാടാണ് എനിക്കുള്ളത്. ഒരു ക്യാമ്പസിലും സദാചാര ഗുണ്ടായിസം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് യുവജന കമ്മീഷനെ സംബന്ധിച്ചുള്ളത്. കാരണം ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഒരു വളരെ സർഗാത്മകമായിട്ടുള്ള ഇടമാണ്. സൗഹൃദവും പ്രണയവും ഒക്കെ മൊട്ടിടുന്ന വളരെ സുന്ദരമായ ഇടമാണ് ക്യാമ്പസുകൾ, ക്ലാസ് മുറികൾ. അപ്പോൾ ക്യാമ്പസുകൾക്കും ക്ലാസ് മുറികൾക്കും ആ ഒരു സൗന്ദര്യവും അതിൻ്റെ നൈർമല്യതയും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസുകളിൽ പൂവിടുന്ന സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഭവം. അതിനെ അതേ രൂപത്തിൽ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ ക്യാമ്പസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. യുവജന കമ്മീഷന്റെ മുമ്പിൽ നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് അന്വേഷണം വരികയും അന്വേഷണത്തിനകത്ത് ഈ ആരോപിക്കപ്പെടുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ട് എന്നുള്ള ഘട്ടത്തിൽ പരാതികൾ നൽകുന്ന സാഹചര്യത്തിൽ യുവജന കമ്മീഷൻ തീർച്ചയായും ഇടപെടുന്നതായിരിക്കും. അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് യുവജന കമ്മീഷന്റെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട്, കേരളത്തിലെ ക്യാമ്പസുകളിൽ സദാചാര ഗുണ്ടായിസത്തിന് ഒരു സാധ്യതയും ഉണ്ടാകാൻ പാടില്ല.
ക്യാമ്പസുകൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യം അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ പരാതി കുട്ടികളെ നടപടിയെടുക്കും തന്നെയാണ്. അല്ല, അതിനെ സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുന്ന ഒരു വിഷയമാണ്. പോലീസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് യാതൊരു അതൃപ്തിയും നമ്മുടെ മുമ്പിൽ ആരും അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കുന്ന ഒരു ഘട്ടമുണ്ടായാൽ തീർച്ചയായും ഇവിടെ വരുന്ന പരാതികളോട് നമ്മൾ സ്വീകരിക്കുന്ന നിഷ്പക്ഷത തീർച്ചയായും വരുന്ന ഏത് പരാതിക്കകത്തും സ്വീകരിക്കുന്നതായിരിക്കും. അല്ല, അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യത്തെ എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹം ചർച്ച ചെയ്യുവാൻ തക്ക വിധത്തിലുള്ള യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് അത് അത്ര ഗൗരവമേറിയ വിഷയമാണെന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾക്ക് അത് ചർച്ച ചെയ്യുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും വിമർശിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും വളരെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ നിലപാടിൽ അന്നും ഇന്നും ഒരു കാലത്തും മാറ്റമില്ല. ഞാൻ വളരെ കൃത്യമായി മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അതിന് കാരണം ഞാൻ കടന്നു വന്നിട്ടുള്ള വഴിയാണ്, ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ഞാൻ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ എന്നെ പാകപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയ നിലപാട് എന്നും മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ആ നിലപാടിന് യോജിച്ച തരത്തിൽ ഉള്ള ഒരു പ്രവൃത്തി തന്നെയായിരിക്കും, ഒരു ജീവിതം തന്നെയായിരിക്കും അവസാനം വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും അതൊക്കെ എന്നെ പരുവപ്പെടുത്തിയെടുത്ത, ഞാൻ വളരെ കൃത്യമായി പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വഴിതെറ്റിയല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം വന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യത്തിൽ ആകൃഷ്ടയായി തന്നെയാണ് ഞാൻ ആ പക്ഷത്തേക്ക് എൻ്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചത്. അപ്പോൾ തീർച്ചയായും അതിന് യോജിക്കുന്ന തരത്തിലുള്ള നിലപാട് തുടർന്നുള്ള എല്ലാ തീരുമാനങ്ങൾക്കകത്തും ഞാൻ കൈക്കൊള്ളും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ അറിവോ എൻ്റെ സമ്മതമോ ഇല്ലാതെയാണ് അത്തരത്തിൽ ഒരു പ്രചരണം നടന്നത്, പരസ്യം വന്നത്. ഒരിക്കലും വിവാഹം പോലെ വളരെ സ്വകാര്യമായൊരു കാര്യത്തെ പരസ്യം ചെയ്ത് നേടണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. പൊതുവെ പരസ്യങ്ങളോട് തന്നെ വളരെ കൃത്യമായ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇതൊന്നും എൻ്റെ അറിവോ സമ്മതത്തോടു കൂടി വന്നിട്ടുള്ളതല്ല. പിന്നീട് ഇതൊക്കെ എടുത്ത് ചർച്ചയാക്കുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മൂടിവെക്കാനാണോ എന്നുകൂടി ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി പഠിക്കുന്ന ഒരു സമൂഹം പരിശോധിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നവമാധ്യമത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് അറിയേണ്ട പുതിയ പുതിയ വാർത്തകളെ പറ്റി, പുതിയ പുതിയ വിഷയങ്ങളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ അറിയാതെയൊക്കെ കടന്നു വരുന്നതാണ് ഇത്തരം ചില പോസ്റ്റുകളൊക്കെ. അപ്പോൾ തീർച്ചയായും ഒട്ടും പ്രാധാന്യമില്ലാത്ത, വെറുതെ ഒരു അടിസ്ഥാനവുമില്ലാത്ത പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അത് സ്കിപ്പ് ചെയ്തങ്ങ് കളയുമെന്നതിനപ്പുറം ഞാൻ ഇതിനൊന്നും ഒരു ഗൗരവം കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ പലരും ചോദിച്ചു, ഇത്രയും പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ട് എന്താ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാത്തത്? ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, വേറൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം. അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് നിരവധിയായി. ഇപ്പം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമത്തിനകത്ത് ഞാൻ ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരാഗ്രഹം പറഞ്ഞു, ഇൻ്റർവ്യൂ വീട്ടിൽ വെച്ചായതുകൊണ്ട് അമ്മ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കൊണ്ടുവന്ന് എനിക്കും അവതാരകനും കട്ടൻ കാപ്പി തന്നു. ഞങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ഡിസ്കഷൻ നടത്തിയത്. അതിപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നുമല്ല, പ്രൊഡ്യൂസറിന് അന്നേരം വന്നൊരാഗ്രഹമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം കണ്ണൂർ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ചിന്താജെറോം അടച്ച ബാറുകൾ ഉടൻ തുറക്കണം, ചിന്താജെറോം എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. എന്നിട്ട് കയ്യിലൊരു ഗ്ലാസ്സിനകത്ത് കട്ടൻ ചായ എന്നൊന്നും പറയുന്നില്ല, കയ്യിലൊരു ഗ്ലാസ്സും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ഞാനിത് കേട്ട് ഞാനും ഉദ്ദേശിച്ചു, ഞാനെപ്പോഴാണ് കയ്യിൽ അങ്ങനെ ഗ്ലാസ്സും പിടിച്ച് നിൽക്കുന്ന ഒരു പടം വരാൻ ഒരു സാധ്യതയുമില്ല, ഇനി മോർഫ് ചെയ്താണ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഉടൻ തന്നെ ആ കുട്ടി എനിക്ക് അയച്ചു തന്നു. ഞാനത് തുറന്നു നോക്കിയപ്പോഴാണ് ദൃശ്യവും എൻ്റെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അന്ന് ആ ഇൻ്റർവ്യൂവിൽ അമ്മ കൊണ്ടു തന്ന കട്ടൻ ചായ ഞാനും അവതാരകനും കുടിക്കുന്ന രംഗമെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിങ്ങനെ ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടൻ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് എടുത്ത് എൻ്റെ വാളിലിട്ടു. അപ്പോൾ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് കാര്യമെന്ന്.
ഞാനൊരു എൻ്റെ കവർ ഫോട്ടോയും അതാക്കി, ആരെയും പേടിച്ച് ഇപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വയ്യാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞ് ഞാനതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് കളഞ്ഞത്. അപ്പം ഇത്തരത്തിൽ നമ്മളെ ബാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുക. അപ്പോൾ അസ്വസ്ഥപ്പെടുന്ന ചിലരൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ നിലപാടിനെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പക്ഷത്തെ ഒക്കെ അസ്വസ്ഥരാകുന്ന, ആ നിലപാടിനോടൊക്കെ അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. വളരെ കൃത്യമായ അസഹിഷ്ണുതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഞാൻ ആർക്കും മേലെ നിൽക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മറ്റൊരാളെക്കാളും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മേലെ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള അവസരത്തെ നിഷേധിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ പലരും എനിക്കെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുതയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മലയാളത്തിലെ പ്രശസ്തരായ 2 സിനിമാ താരങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. വളരെ കൃത്യമായി എല്ലാ ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാൻ രാഷ്ട്രീയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇടം സിനിമയാണ്. എൻ്റെ PhD-യുടെ വിഷയം തന്നെ മലയാള കച്ചവട സിനിമയുടെ പ്രത്യയശാസ്ത്രം എന്നതാണ്. സിനിമയ്ക്കകത്ത് ഗവേഷണം നടത്തുന്ന ഒരാളാണ്. മലയാളത്തിൻ്റെ സ്വകാര്യ അഭിമാനമായിട്ടുള്ള ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും സംഭാവന ചെയ്തിട്ടുള്ള അതുല്യ പ്രതിഭയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ ഞങ്ങൾ വല്ലാണ്ട് സ്നേഹിക്കുന്നു, പക്ഷേ ആ സ്നേഹം നിങ്ങളുടെ ചില അഭിപ്രായങ്ങളിലുള്ള ഞങ്ങളുടെ വിയോജിപ്പ് പറയുന്നതിന് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എടുത്ത് കേട്ട് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കും, ഞാൻ ഉയർത്തിപ്പിടിച്ച എനിക്കതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം ഒരു പ്രത്യേക വിഷയത്തിനകത്ത് അവർ ഉന്നയിച്ച നിലപാടിനെ കുറിച്ച് മാത്രമാണ്. അത് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കലയെ നിഷേധിച്ചുകൊണ്ടോ ഉള്ള പ്രതിഷേധമല്ല. ശ്രീ മോഹൻലാൽ ആയാലും ശ്രീ സുരേഷ് ഗോപി ആയാലും ഈ 2 അതുല്യ കലാകാരന്മാരുടെയും കഴിവിനെയോ അവർ മലയാള സിനിമയ്ക്കും കലാരംഗത്തിനും നടത്തിയ സംഭാവനയോ ഒരിക്കലും നിഷേധിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഒന്നും എതിർക്കുവാനോ അല്ലെങ്കിൽ അവരുടെയൊക്കെ സംഭാവനകൾക്ക് മുമ്പിൽ അതിനെ വിമർശിക്കുവാനുള്ള യാതൊരു അവകാശവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അവരുടെ എല്ലാ കഴിവിനെയും അവരുടെ അവകാശത്തെയും അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശത്തെയും പൂർണ്ണമായും ബഹുമാനിക്കുന്ന ആളുമാണ് ഞാൻ. പക്ഷേ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനകത്ത് അവരെടുത്ത നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അവർക്കോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ നിലപാടിനകത്ത് മറ്റാർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായി വിയോജിക്കാം. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ നിങ്ങളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഞങ്ങൾ വ്യക്തിഹത്യ ചെയ്യും. സ്ത്രീ ആയതുകൊണ്ട് തന്നെ വ്യക്തിഹത്യ ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് പുതിയ രീതികൾ അവർക്ക് സ്വീകരിക്കാം. ഇപ്പോൾ വിവാഹം പോലും ഇത്ര വലിയ ചർച്ചയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ടാർഗറ്റ് ചെയ്ത് നമ്മളെ വ്യക്തിഹത്യ ചെയ്താൽ നമ്മുടെ ഈ നിലപാടുകൾ പറയാൻ പാടില്ല, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പാടില്ല. അപ്പം എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ അഭിപ്രായം. അതിൽ നിങ്ങൾക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. വിയോജിച്ചുകൊണ്ട് നിങ്ങൾ അതേ വിഷയത്തിനകത്ത് അഭിപ്രായം പറയൂ. അല്ലാതെ ഒരാളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നതല്ല ഇത്തരത്തിലുള്ള വിമർശനങ്ങളോട് നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട വഴി. അല്ല, അങ്ങനെയൊന്നുമല്ല. സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് മേഖലകളിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പെൺകുട്ടിയായിട്ട് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് ഒരു പെൺകുട്ടി ഈ മേഖലയിലേക്ക് കടന്നു വന്നതിൻ്റെ അംഗീകാരം ഒരുപാട് മേഖലയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് വളരെ പരിഗണന, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ ഇങ്ങനെ വിടരുതെന്നോ അങ്ങനെങ്ങോ ഒരു ചിന്താഗതി എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ കേരളീയ സമൂഹം മുഴുവൻ സ്ത്രീ വിരുദ്ധമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നു എന്നൊന്നും അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ ഒരു വളരെ ചെറിയ വിഭാഗം, അവരെ സംബന്ധിച്ച് അവർ നമ്മളെ വ്യക്തിഹത്യ ചെയ്യുവാൻ പൂർണ്ണമായും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.